ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഫിലിം സൊസൈറ്റികളിലൊന്നാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ബാനർ ഫിലിം സൊസൈറ്റി. ബാനർ ഫിലിം സൊസൈറ്റിയുടെ തുടക്കത്തെക്കുറിച്ച് ബാനറിൻ്റെ സെക്രട്ടറി ആർ ബിജു നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ബാനർ ഫിലിം സൊസൈറ്റി തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് 2004 ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വളരെ പേരും പ്രശസ്തിയുമുള്ള നിരവധി ഫിലിം സൊസൈറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു. വളരെ സജീവമായി പ്രവർത്തിച്ചവരെല്ലാം പല കാരണങ്ങളാൽ പിൻവാങ്ങുന്ന ഒരിടത്ത് നിന്ന് ബാനർ ആരംഭിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അധികം വിഭവങ്ങളൊന്നുമില്ല. പക്ഷേ അനുഭവ സമ്പത്തുള്ള ഒരുപാട് പേരുടെ സൗഹൃദമുണ്ടായിരുന്നു. ചലച്ചിത്ര നിരൂപകൻ MF തോമസ് സാറിൻ്റെ ഒരു സാന്നിധ്യം കൂടെ ബാനറിന് കിട്ടുമ്പോൾ അവരുടെ അനുഭവ സമ്പത്തും കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് ബാനർ വളരെ നിരന്തരമായി 20ഓളം വർഷമാകാൻ പോകുന്നു. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ ഇത്തരം ചലച്ചിത്ര മേഖലയിലെ സീനിയറായ ആളുകളുടെ സാന്നിധ്യവും അവരുടെ സഹകരണവും ബാനറിനെ ഏത് പരിപാടിയും ഏറ്റെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വഴുതയ്ക്കാടുള്ള ലെനിൻ ബാലവാടി എന്ന ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് തിരുവനന്തപുരത്തെ പ്രമുഖ ഫിലിം സൊസൈറ്റിയായ ബാനർ ഫിലിം സൊസൈറ്റിയുടെ മന്ത്ലി ഫിലിം സ്ക്രീനിങ് നടക്കുന്നത്. ഇപ്പം സമയം 9:15. 9:30-ക്കാണ് ഇവിടെ ഫിലിം സ്ക്രീനിങ് ആരംഭിക്കുക. നമുക്കൊന്ന് അകത്ത് പോയി നോക്കിയാലോ? നല്ലൊരു ശതമാനം ഫിലിം സൊസൈറ്റികളുടെയും ഏക പ്രവർത്തനമെന്ന് പറയുന്നത് മന്ത്ലി സ്ക്രീനിങ്ങിൽ മാത്രം ഒതുങ്ങുന്നു. എന്നാൽ ബാനർ പോലെ വളരെ ചുരുക്കം ചില ഫിലിം സൊസൈറ്റികൾ ചലച്ചിത്ര കലയെ പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം സിനിമാ ആസ്വാദനത്തെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിരവധി ശ്രമങ്ങളും നടത്തിവരുന്നു. ഇനി ബിജു പറയുക ബാനറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ആയിരക്കണക്കിന് സിനിമകൾ കണ്ട് പ്രവർത്തിച്ച ആൾക്കാരുടെ അവർക്കിഷ്ടപ്പെട്ട സിനിമകൾ മൈ ഫേവറേറ്റ്സ് എന്ന നിലയിൽ ബാനർ കഴിഞ്ഞ ഒരു 5 വർഷമായി നടത്തുന്ന ആ പരിപാടി ഇന്ത്യയിലെ പ്രശസ്തരായ ഒരുപാട് ചലച്ചിത്രകാരന്മാർ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട 4 സിനിമകൾ തിരഞ്ഞെടുത്ത് അവർ തന്നെ നേരിട്ട് വരികയോ അവർ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയോ എന്തുകൊണ്ട് ഈ 4 സിനിമകൾ നമ്മൾ അവതരിപ്പിക്കുന്നു, പുതിയ തലമുറ അത് കാണേണ്ട ആവശ്യമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരുപാട് പാക്കേജുകൾ ആണ് ബാനറിൻ്റെ അടിത്തറയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിരവധി ആൾക്കാർ ഈ വേദിയിലേക്ക് വരുന്നത് ബാനറിൻ്റെ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമ കാണാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി ഈ വേദിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇത് ബാനറിൻ്റെ സംഘാടകരുടെ മികവിനേക്കാൾ ഇവരുടെ എല്ലാം ഒരു കൂട്ടായ്മയുടെ ഒരു അന്തരീക്ഷവും കൂടെ ഈ ബാനറിൻ്റെ വേദിയിൽ ഒരുക്കപ്പെടുന്നു. ബാനറിൻ്റെ സംഘാടകരായി തന്നെ തോന്നുന്ന തരത്തിലായിരിക്കും ഇവരുടെ എല്ലാം ഇടപെടലുകൾ. അത് വളരെ പ്രശസ്തരായ മലയാള മേഖലയിൽ ചലച്ചിത്ര രംഗത്ത് സാഹിത്യ രംഗത്ത് ഒക്കെ ഉള്ള വളരെ പ്രശസ്തരായ ആളുകളുടെ ഏറ്റവും സജീവമായ സാന്നിധ്യം ഇന്നും ബാനറിൻ്റെ വേദികളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പുതിയ മലയാള സിനിമകൾ എടുക്കുന്ന ചെറുപ്പക്കാരെ അവരുടെ സിനിമകൾ തിയേറ്ററുകളിൽ എത്തപ്പെടാതെ പോവുകയാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. പക്ഷേ ബാനറിൻ്റെ വേദിയിൽ അവരുടെ സിനിമകൾ തിരഞ്ഞെടുത്ത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് വലിയൊരു അംഗീകാരം പോലെ അവർക്ക് മനസ്സിലാവുകയും ഒരുപക്ഷെ ഏതെങ്കിലും ഫെസ്റ്റിവലുകളിലോ പ്രശസ്തി പത്രങ്ങളൊക്കെ കിട്ടുന്നതിനേക്കാൾ അപ്പുറം ബാനറിൻ്റെ വേദിയിൽ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു അംഗീകാരമായി മാറുന്ന മലയാളത്തിൻ്റെ പുതിയ ചലച്ചിത്രകാരന്മാർക്ക് അവരുടെ ഒരു വേദിയായിട്ട് ബാനർ മാറിയിട്ടുണ്ട്. ബാനർ ഫിലിം സൊസൈറ്റിയെക്കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. സ്വന്തമായിട്ട് ഓഫീസ് കെട്ടിടമുള്ള
തിരുവനന്തപുരത്തെ ഏക ഫിലിം സൊസൈറ്റി കൂടിയാണ് ബാനർ ഫിലിം സൊസൈറ്റി. ചലച്ചിത്ര സംബന്ധിയായ ചർച്ചകൾക്ക് ഒരു സ്ഥിരം വേദി എന്ന നിലയിൽ ബാനറിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരു ഹാളുണ്ട്. അവിടെ വളരെ പ്രശസ്തരായ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ സിനിമാ സംബന്ധിയായ ചർച്ചകൾ അത് സ്ഥിര സ്വഭാവത്തിലേക്ക് നടത്തി വരികയാണ്. ചലച്ചിത്ര അക്കാദമിയായിട്ടും ഫിലിം ഫെഡറേഷനുമായിട്ടും ഒക്കെ സഹകരിച്ച് ഞങ്ങൾ നിരന്തരം പരിപാടികൾ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ജർമ്മൻ സാംസ്കാരിക കേന്ദ്രമായിട്ടും ഫ്രഞ്ച് സാംസ്കാരിക കേന്ദ്രമായിട്ടും ഒക്കെ ചേർന്ന് ബാനർ വളരെ സജീവമായ ഒരു സാധ്യത തുറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ബാനർ ഫിലിം സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മുതിർന്ന ഫിലിം സൊസൈറ്റി പ്രവർത്തകനും ഫിലിം സൊസൈറ്റി ആക്ടിവിസ്റ്റും ഫിലിം ക്രിട്ടിക്കും ഗ്രന്ഥകാരനും ലേഖകനും ഒക്കെയായ ശ്രീ എം.എഫ്. തോമസ് സാറിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ അകമൊഴിഞ്ഞ പിന്തുണയുമാണ്. തുടക്കകാലം മുതൽ തന്നെ എം.എഫ്. തോമസ് സാറാണ് ബാനർ ഫിലിം സൊസൈറ്റിയുടെ ചീഫ് അഡ്വൈസർ. സിനിമ കാണാൻ എന്നോ ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് ബാനറിൽ എത്തിപ്പെട്ടതാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഘട്ടക്കിൻ്റെ സിനിമകളുടെ ഒരു പാക്കേജ് കാണിക്കുകയായിരുന്നു. അന്ന് മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സിനിമ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നിർമാല്യവും അതുപോലെ അടൂരിൻ്റെ എലിപ്പത്തായവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കേജ് അന്ന് എൻ്റെ താല്പര്യത്തിൽ കാണിച്ചതായിട്ടും ഓർക്കുന്നുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ബാനറിൻ്റെ ഏറ്റവും സജീവമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ബാനറിൻ്റെ ഒരു ശക്തിയായിട്ട് നിൽക്കാൻ എനിക്ക് കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അത് എങ്ങനെ വേണം നടപ്പാക്കുന്നതിൽ ഒക്കെ വളരെ കാഴ്ചപ്പാടോട് കൂടിയിട്ട് അതിൽ കടുകിട മാറ്റം സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു ചെക്ക് എപ്പോഴും എൻ്റെ കൈവശം ഉണ്ട്. ആ നിയന്ത്രണത്തിലാണ് ഈ ഫിലിം സൊസൈറ്റി നടന്നു പോകുന്നത്. ഇന്ന് കേരളത്തിലെ നല്ലൊരു ശതമാനം ഫിലിം സൊസൈറ്റികളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഫണ്ട് ഷോർട്ടേജും പിന്നെ ഫിലിം സ്ക്രീനിങ്ങിന് പറ്റിയ വേദികളുടെ അഭാവവുമാണ്. തിരുവനന്തപുരം നഗരത്തിൽ ചെറിയ നിരക്കിന് ഹാള് കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ അതിനിടയിൽ 19 വർഷം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ സംഗതിയല്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം പിന്തുണച്ച് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് ബോധ്യമാകണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനം ആണ് ഈ നടത്തുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇത്തരം സംവിധാനങ്ങൾക്ക് എളുപ്പം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതിനങ്ങനെ മനസ്സിലാക്കുകയും വേണം. ബാനറിൻ്റെ മെമ്പർഷിപ്പ് എങ്ങനെ ലഭ്യമാകും എന്നതിനെക്കുറിച്ച് ബാനറിൻ്റെ ജനറൽ സെക്രട്ടറി സന്ദീപ് സംസാരിക്കുന്നു. ബാനർ എന്ന് പറയുമ്പോൾ ഫിലിം സൊസൈറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഷോയ്ക്കും മെമ്പർമാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എല്ലാ ഷോയും കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സഹകരിക്കാൻ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് ആവശ്യപ്പെടുകയും നമ്മൾ ഒരു ഫോം പൂരിപ്പിച്ച് അതിൽ നിന്ന് വാങ്ങിച്ച് ഒരു വർഷത്തേക്ക് 300 രൂപയാണ് നമ്മളൊരു ആനുവൽ മെമ്പർഷിപ്പ് ഫീസായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. ആ തുകയും വാങ്ങി നമ്മൾ അവരെ മെമ്പറായി ചേർക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ രണ്ടാമത് നമ്മളൊരു ലൈഫ് മെമ്പർഷിപ്പ് എന്ന രീതിയിൽ 5 വർഷത്തേക്കുള്ള ഒരു തുക ഒരുമിച്ച് അടച്ചുകൊണ്ട് 1200 രൂപ അടച്ചുകൊണ്ട് അവർക്കൊരു ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുന്ന രീതിയിലുള്ള ഒരു സ്കീമുമുണ്ട്. ഞാൻ ഇന്നിവിടെ ബാനർ ഫിലിം സൊസൈറ്റിയുടെ സ്ക്രീനിങ്ങിന് വേണ്ടി ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് മറ്റ് ഫിലിം സൊസൈറ്റികളിൽ പോകുന്നവരെ കാണാൻ സാധിച്ചു. അവർ തന്നെ പറയട്ടെ ബാനർ ഫിലിം സൊസൈറ്റി മറ്റ് ഫിലിം സൊസൈറ്റിയിൽ നിന്ന് എത്തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന്. പി.കെ. നായർ സാറിൻ്റെ ആ ഉപദേശത്തിന് പ്രകാരം രൂപം കൊണ്ട ബാനർ ഫിലിം സൊസൈറ്റി എം.എഫ്. തോമസ് സാറും മറ്റുമൊക്കെ നേതൃത്വം കൊടുത്തു. അപ്പോൾ ആ സൊസൈറ്റിക്ക് ആർ ബിജു എന്ന ഒരു നല്ല സംഘാടകൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനായിട്ടെത്തി. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ ഗൗരവമായിട്ടുള്ള സിനിമാ കാഴ്ചകളാണ്. ഇതോടൊപ്പം ഈ സമീപകാലം മുതൽ ഇവർ ചർച്ചകളും നടത്തുന്നുണ്ട്. വളരെ ഗൗരവമായ ചർച്ചകൾ അവരുടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവർ ഭവനിൽ വെച്ച് ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പം നെറ്റൊക്കെയുള്ള ഈ കാലത്ത് ഫിലിം കാണാനൊക്കെ ധാരാളം സാധ്യതകളുണ്ടെങ്കിലും ഇവിടെ വരുന്നത് ഒരു നല്ല ക്രൗഡാണ്. പിന്നെ ഫിലിം കാണിക്കുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അതിന് വലിയ ഇൻട്രപ്ഷൻസ് ഒന്നുമില്ല, വളരെ ക്വാളിറ്റി ആയിട്ട് തന്നെ കാണിക്കും. അതിൻ്റെ പുറകിലുള്ള ആൾക്കാരുടെ ഒരു പ്രവർത്തനം അതിനകത്ത് വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഈ സ്ക്രീൻ ചെയ്യുന്ന സിനിമകളുടെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഞാൻ ഏതാണ്ട് പതിവായി എല്ലാ മാസവും
അവരുടെ സിനിമകൾ കാണുന്ന ഒരാളാണ്. ബാനറാണ് ഏറ്റവും അധികം ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളൊരു ഫിലിം സൊസൈറ്റി. സാധാരണ നമ്മൾ ഫിലിം സൊസൈറ്റികളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏകദേശം 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും ഫിലിം സൊസൈറ്റിയിൽ സിനിമ കാണാൻ കൂടുതൽ എത്തുക. എന്നാൽ ബാനർ ഫിലിം സൊസൈറ്റിയുടെ സ്ക്രീനിങ്ങിന് വേണ്ടി പലപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് പേര് യുവജനങ്ങൾ എത്താറുണ്ട്. യുവജനങ്ങളെ ബാനറിലേക്ക് അടുപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് യുവജനങ്ങൾ തന്നെ പറയട്ടെ. ബാനറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് വെളിയിൽ ആർഭാടങ്ങളും ഇതൊന്നും ഇല്ലെങ്കിലും അവർ കാണിക്കുന്ന സിനിമകളും അവർ കൊണ്ടുവരുന്ന ചലച്ചിത്ര പ്രവർത്തകരും വളരെ ഔന്നത്യം പുലർത്തുന്ന ഇത് തന്നെയാണ്. ഇവിടെ ബാനർ ഫിലിം സൊസൈറ്റിയിൽ ഞാൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അറിയാമല്ലോ ഇവിടെ ഒരുപാട് ഫെസ്റ്റും കാര്യങ്ങളും നടക്കാറുള്ളതാണ്. പിന്നെ ഞാനൊരു സിനിമാപ്രേമിയാണ്. അപ്പോൾ ഞാൻ തിരക്കി ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ആദ്യം കേട്ട പേര് ബാനർ ഫിലിം സൊസൈറ്റിയുടെയാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആദ്യം ഒരു നോട്ടീസ് ഉണ്ട്, ഒരു 3 മാസം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു നോട്ടീസ് കണ്ടു. കോൺടാക്ട് ചെയ്ത് നോക്കി, വന്നു നോക്കി. നല്ല സഹകരണമായിരുന്നു. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഒരുപാട് പേരോട് സിനിമ കാണുന്നത്. എനിക്ക് മറക്കാൻ പറ്റില്ല. 2004 ആരംഭിച്ച ബാനർ ഫിലിം സൊസൈറ്റി 15 വർഷം പിന്നിട്ടപ്പോൾ 2019 മറ്റൊരു വലിയൊരു ചുവടുവെപ്പ് കൂടെ നടത്തി. അതായത് അവർ ഡോക്യുമെൻ്ററി സിനിമ നിർമ്മാണ രംഗത്തേക്ക് കടന്നു. 50 വർഷക്കാലത്തിലേറെയായി നല്ല സിനിമയുടെ ഭാഗമായി സഞ്ചരിക്കുന്ന ഫിലിം സൊസൈറ്റി ആക്ടിവിസ്റ്റായ MF തോമസ് സാറിൻ്റെ ചലച്ചിത്ര ജീവിതത്തെ ആധാരമാക്കി R ബിജു സംവിധാനം ചെയ്ത നല്ല സിനിമയും ഒരു മനുഷ്യനും എന്ന ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. സിനിമ സ്വാധീനിച്ച ജീവിതങ്ങളുണ്ട്, സിനിമയ്ക്കായി സമർപ്പിച്ച ജീവിതങ്ങളുമുണ്ട്. നല്ല സിനിമയുടെ സന്ദേശം പ്രചരിപ്പിച്ച് ഒപ്പം നടക്കുന്ന ചില ജീവിതങ്ങളുമുണ്ട്. എന്നും നല്ല സിനിമയുടെ കാഴ്ചക്കാരനായി, അതിൻ്റെ പ്രചാരകനായി, ചലച്ചിത്ര കൂട്ടായ്മകളുടെ അമരക്കാരനായി, എല്ലാത്തിനുമുപരി ഒരു നല്ല മനുഷ്യനായി നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരാൾ MF തോമസ്. അഭ്രപാളിക്ക് മുന്നിലെ ശുഭ്രവിസ്മയം. ആ ഡോക്യുമെൻ്ററിക്ക് ആ വർഷം കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ലഭിച്ചിരുന്നു. ബാനറിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യുവതലമുറയാണ്. അങ്ങനെ യുവതലമുറയും ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ബാനർ ഫിലിം സൊസൈറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രൊജക്ഷനും മറ്റുവിധ സാങ്കേതിക പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന എമിൽ അതിനെക്കുറിച്ച് പറയും. ബാനറിനിപ്പോൾ സ്വന്തമായി ഒരു പ്രൊജക്ടറുണ്ട്. ആദ്യമൊക്കെ നമ്മൾ വാടകയ്ക്കാണ് എടുത്തുകൊണ്ടിരുന്നത്. പ്രൊജക്ടർ ആയിക്കോട്ടെ, ബാക്കി എല്ലാ സൗണ്ടിൻ്റെ ഇതാക്കും. ഇപ്പോൾ നമുക്കൊരു പരിമിതമായ അളവിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രൊജക്ടർ, സൗണ്ട് സിസ്റ്റം, ഇതെല്ലാം ബാനറിന് കഴിയുന്ന പോലെ നമ്മൾ ഇപ്പം എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രൊജക്ഷനും നടക്കുന്നത്. ഇപ്പം നല്ല ക്വാളിറ്റി പ്രൊജക്ഷനും അതോടൊപ്പം തന്നെ അത്യാവശ്യം കൊള്ളാവുന്നൊരു സൗണ്ടും നമുക്കിപ്പം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണുന്ന ആളുകൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ, ഇപ്പോൾ ഒരു ഫിലിം സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് വെച്ചാൽ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ പരമാവധി തന്നെ ഈ ചെറിയ ലിമിറ്റഡ് ഇതിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ എന്താണോ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കഷ്ടിച്ച് 20 വർഷക്കാലം കൊണ്ട് ബാനർ ഫിലിം സൊസൈറ്റിയെ കേരളത്തിലെ പ്രമുഖ ഫിലിം സൊസൈറ്റികളിൽ ഒന്നായി ഉയർത്തുന്നതിൽ ബാനറിൻ്റെ അധികാരികൾ വഹിച്ച പങ്കും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് സിനിമ ആസ്വദിച്ച പ്രേക്ഷകർക്കും ഒക്കെ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനുണ്ടാവും. ഇനി ബിജു നമ്മളോടൊപ്പം ഷെയർ ചെയ്യുക ബാനറിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ ബാനർ വളരെ ശ്രദ്ധയോടുകൂടി ഒരു കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എടുക്കുന്ന വിഷയങ്ങൾ, അതിന്മേലുള്ള ചർച്ചകൾ, അതിലനുഭവമുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൽ, അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ബാനർ ഭാവി പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിമാസം ഏറ്റെടുക്കുന്ന പരിപാടികൾ അതൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു തയ്യാറെടുപ്പിൽ നിന്നാണ് ആ പരിപാടിയിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെ ഒരു 4-5 മാസം തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന പാക്കേജുകൾ, വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനവും ആ സിനിമയുടെ സാധ്യതകൾ, അതിൻ്റെ കളക്ഷൻ, ഇതെല്ലാ പ്രക്രിയകളും ഒരു മുന്നൊരുക്കത്തിൽ പരമാവധി മെച്ചപ്പെട്ട രീതിയിൽ, തടസ്സങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന വളരെ ശ്രദ്ധയോടുകൂടിയുള്ള വളരെ ശ്രമകരമായ ഒരു അധ്വാനം ഇതിൻ്റെ പിന്നിൽ വളരെ വിജയകരമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നായി മാറാൻ ബാനർ ഫിലിം സൊസൈറ്റിക്ക് ആവട്ടെ. ഇതോടൊപ്പം തന്നെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഇത് കാണുന്ന പ്രേക്ഷകർ ഏതെങ്കിലും ഫിലിം സൊസൈറ്റിയിൽ അംഗമാണെങ്കിൽ ആ ഒരു ഫിലിം സൊസൈറ്റിയുടെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.